നല്ല പെർഫെക്റ്റ് ആയിട്ട് കൃത്യമായ അളവോട് കൂടിയിട്ട് നമുക്ക് ചക്കര പൊങ്കൽ ഇനി കുക്കറിൽ തയ്യാറാക്കിയെടുക്കാം. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. കണ്ടു നോക്കൂ. 3 ലിറ്ററിൻ്റെ ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക. അത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറൊക്കെ ഒന്നിങ്ങനെ ഉരുകാനായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 100 ml അളവുള്ള ഒരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ് ചെറുപയർ പരിപ്പാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. ആ ബട്ടറിൽ ഈ ചെറുപയർ പരിപ്പ് ഒന്ന് ചൂടായി വരുന്നവരെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ലൊരു മണം കിട്ടും ഇതുപോലെ ബട്ടറിൽ ഈ ചെറുപയർ പരിപ്പ് ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ കേട്ടോ. അങ്ങനെ ഒരുപാടൊന്നും വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്നവരെ ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് അതേ ഗ്ലാസ് കൊണ്ട് 1 ഗ്ലാസ് ഉണക്കലരിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഉണക്കലരിക്ക് പകരം നമ്മൾ ദോശയ്ക്കൊക്കെ ഇടുന്ന പച്ചരി എടുത്താലും മതിയാവും. അത് 1-2 പ്രാവശ്യം കഴുകിയ ശേഷം നമുക്ക് ആ കുക്കറിലേക്ക് ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. ഇനി നമുക്കതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മൾ ഏത് ഗ്ലാസ് കൊണ്ടാണോ പരിപ്പും അരിയൊക്കെ എടുത്തിട്ടുള്ളത് അതേ ഗ്ലാസ് കൊണ്ട് 5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൃത്യമായിട്ടും 5 ഗ്ലാസ് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഇതിനൊന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിനെ അടപ്പ് കൊണ്ട് അടച്ചിട്ട് 4 വിസിൽ വരുന്നവരെ ഇതിനെ വേവിച്ചെടുക്കാം. 4 വിസിലിന് ശേഷം നമുക്ക് നോക്കാം. ഇതിവിടെ വേവട്ടെ കേട്ടോ. നമ്മളിനി ശർക്കര എടുക്കുക. ഞാനെന്താ ഉണ്ടയായിട്ടുള്ള ഈ ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്ക് ഒന്ന് പൊടിച്ചു കൊണ്ടുവരാം. പൊടിച്ചിട്ട് അതിന് പ്രത്യേകിച്ച് അളവുണ്ട് കേട്ടോ, അത് ഞാൻ പറയാം. പരിപ്പൊക്കെ എടുത്തിട്ടുള്ള ഗ്ലാസ്സില്ലേ അതേ ഗ്ലാസ് കൊണ്ട് 3 ഗ്ലാസ് ശർക്കരയാണ് കേട്ടോ ശരിക്കും എടുക്കേണ്ടത്. ഇവിടെ അധികം സ്വീറ്റൊന്നും അധികം ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ 2 ഗ്ലാസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് മധുരം ഇഷ്ടമാണെങ്കിൽ 3 ഗ്ലാസ് തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള അരിയും പരിപ്പൊക്കെ 4 വിസിലിന് ശേഷം അതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അങ്ങനെ അത് അരിയും പരിപ്പും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്തിട്ടുണ്ട് കണ്ടോ. ഈ ഒരു പരുവത്തിൽ വേണം ഇത് വെന്ത് കിട്ടാനായിട്ട്. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ശർക്കര പാനി തയ്യാറാക്കാം. ചുവട് കട്ടിയുള്ള ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കുക. നമ്മൾ അതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള ശർക്കര പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അതിൽ കൂടുതൽ വെള്ളമൊന്നും ചേർക്കരുത്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ ശർക്കരയൊക്കെ നന്നായി അലിഞ്ഞ് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ശർക്കരയൊക്കെ ഇവിടെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ലപോലെ ഒന്ന് ഇതുപോലെ നമുക്ക് പാവാക്കി എടുക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് നമ്മുടെ പൊങ്കലിന് നല്ലൊരു കളറ് കിട്ടുന്നത്. ഈ പാവായി വരുന്നവരെ നമുക്ക് സ്ലിമ്മിലിട്ടിട്ട് നമുക്കിതിൻ്റെ കളർ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണം. അങ്ങനെ നമ്മൾ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള അരിയും പരിപ്പും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇളക്കാനുള്ള സൗകര്യത്തിനാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഇത്രയും വലിയൊരു പാനിൽ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് അരിയും ശർക്കര പാനിയൊക്കെ നന്നായിട്ട് മിക്സായി വരുന്നവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മളുടെ ശർക്കര പൊങ്കൽ ഇവിടെ റെഡി ആയിട്ടോ. ഇനി നമുക്കിതിനെ സ്റ്റവ് ഓഫാക്കി കൊടുക്കാം. വീണ്ടും ഞാൻ അതിനെ കുക്കറിലേക്ക് തന്നെ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ നമ്മളുടെ പൊങ്കലിൻ്റെ ഒരു കളറ് കണ്ടില്ലേ, എന്ത് ഭംഗിയാണല്ലേ. അതുപോലെ അപാര ടേസ്റ്റുമാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് അല്പം ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തിട്ടില്ല. വെറും നെയ്യിൽ കാഷ്യൂ മാത്രം വറുത്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തേങ്ങ ചിരകിയത് ഇഷ്ടമാണെങ്കിൽ അതും ഈ സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ചൂടോടുകൂടെ തന്നെ ഇത് കഴിക്കണം കേട്ടോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്